അസ്സാം വലൈക്കും, നമസ്തേ, നമസ്കാരം. വൈബ് വിത്ത് ഡോക്ടർ അപ്പുവിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറെ നാൾ മുമ്പ് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇദ്ദേഹം പോഡ്കാസ്റ്റിൽ ഗസ്റ്റായിട്ട് വന്നിരുന്നെങ്കിൽ വളരെ മോട്ടിവേഷണൽ ആയിരിക്കും, വളരെ റോ ആയിട്ടുള്ള അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാവും വിച്ച് വിൽ ഇൻസ്പയർ അസ് ഇൻ മെനി വേസ് എന്ന് ആഗ്രഹിച്ചിരുന്നു. ചില കാര്യങ്ങൾ നമ്മൾ മറന്നാലും പടച്ചവൻ മറക്കില്ല എന്നാണല്ലോ. സോ അതിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ഇന്ന് നടക്കുന്നത്. ഐ ആം ഡീപ്ലി ഓണേർഡ് ടു ഹാവ് ദിസ് റെസ്പെക്റ്റഡ് ജെന്റിൽമാൻ ആസ് മൈ പോഡ്കാസ്റ്റ് ഗസ്റ്റ്. ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ എ ലൈഫ് ടൈം ഓഫ് ഗുഡ്നെസ് ഓൾറെഡി ഡൺ. തന്നാൽ കഴിയുന്ന നന്മ ചെയ്യണം എന്നാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിൽ എത്രയോ 10 മടങ്ങ് അദ്ദേഹം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. വോയിസ് ഓഫ് വിമൻസിൻ്റെ പേറ്റനായ, അത് കൂടാണ്ട് വയനാട് പ്രവാസി വെൽഫെയർ അസോസിയേഷൻ്റെയും പേറ്റനായ ശ്രീ നവാസ് മാനന്തവാടിയാണ് ഇന്നത്തെ എൻ്റെ പോഡ്കാസ്റ്റ് അതിഥി. നമ്മുടെ ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഇവിടെ വന്നപ്പോഴും നമുക്ക് മുന്നിൽ കാണുന്ന സഹായഹസ്തങ്ങൾ നിൽക്കുന്ന ആളുകളെ അങ്ങനെ കാണാതെ പോകാൻ തോന്നിയില്ല. പിന്നെ ഞാനെപ്പോഴും നല്ല സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. ഒരുപാട് പേർക്ക് ജോലി കിട്ടി, അത് മറ്റുള്ളവരിലേക്ക് അവർ അറിഞ്ഞ് ആ ഒരു കൂട്ടായ്മയായിട്ടത് രൂപപ്പെട്ടു. അതിന് 40-ൽ നിന്ന് 2430 എന്നൊരു വലിയ സംഖ്യയിലെത്തി നിൽക്കുകയാണ്. 1-2 സ്ത്രീകളെ തന്നെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ 2400-ലധികം പേരെ എങ്ങനെ മാനേജ് ചെയ്തു? അവർക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന, ഇവൻ ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു കോള് വന്നത് രാത്രി ഒരു 1:30 കഴിഞ്ഞിട്ടാണ്. അവരുടെ റൂമിന് മുന്നിൽ ഒരാൾ വന്ന് നോക്ക് ചെയ്യുന്നു, വലിയ ബഹളം ഉണ്ടാക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. സാറേ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട് 18 വയസ്സ് മുതലുള്ള മെമ്പേഴ്സ് ഉണ്ട്. എൻ്റെ കുഞ്ഞു മക്കള് ഒക്കെ പറയുന്ന പോലെ 18 വയസ്സ് മുതൽ 81 വയസ്സ് വരെയുള്ള ആൾക്കാർ. ഇവര് ഈ 81 വയസ്സുള്ള ആളും ചിലപ്പോൾ എന്നെ നവാസ്കാന്ന് വിളിക്കും. ഇത് ചില സമയങ്ങളിൽ ഈ പറഞ്ഞതുപോലെ എക്സ്ട്രീം ലെവലിലൊക്കെ എത്തും. പക്ഷെ നമ്മൾ അവരുടെ അവസ്ഥയിലേക്ക് ഇറങ്ങി ചെന്നാൽ അവരെ കേൾക്കാൻ നമ്മൾ തയ്യാറാവും. അത്രേ ഉള്ളൂ. നമ്മൾ നമ്മളായിട്ട് നിൽക്കാതെ അവരിലേക്ക് എത്തിയാൽ മതി. അപ്പോ ഈ പ്രവർത്തനങ്ങളൊക്കെ ആള് കാണുന്നതും ഈ രാത്രികളിലൊക്കെ എനിക്ക് കോള് വരുന്നതും ഞാൻ സംസാരിക്കുന്നതും ഇവരുടെ കാര്യത്തിൽ ഇടപെടുന്നൊക്കെ ആള് കാണുന്ന ഒരാളാണ്. സോ ആക്ച്വലി വൈഫിന് അറിയാം എന്താണ് ഞാൻ എന്നുള്ളത്. ഹൗസ് മെയ്ഡ് എന്ന കാറ്റഗറി ജനങ്ങൾ ആരും അംഗീകരിക്കാത്തൊരു കാറ്റഗറിയായിരുന്നു. അവര് വീട്ടുപണിക്ക് വന്നതാണ്, വീട്ടുപണിക്ക് ചെയ്ത് നിന്നാൽ മതി എന്നൊരു കൺസെപ്റ്റ് ആയിരുന്നു ഈ അടുത്ത കാലം വരെ. അങ്ങനെ ഒരു കൺസെപ്റ്റ് നിലനിന്ന സമയത്താണ് വോയിസ് ഓഫ് വിമൻസ് എന്ന ഒരു കൂട്ടായ്മയായിട്ട് ഞാൻ മുന്നോട്ട് വരുന്നത്. ഈ മിനി സ്ക്രീനിൽ അല്ലെങ്കിൽ പിക്ചറിൽ മാത്രം കണ്ടിട്ടുള്ള ബുർജ് ഖലീഫ പോലെയുള്ള അത്ഭുതങ്ങളൊക്കെ ആ ദുബൈ മോളിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് ആദ്യമായിട്ട് അതിങ്ങനെ കാണുമ്പം അവരുടെ മുഖത്ത് ഒരു കുഞ്ഞു കുട്ടിയുടെ നിഷ്കളങ്കതയോടെ നോക്കി നിൽക്കുന്ന ഒരു സീനില്ലേ, അവരൊറ്റ സീൻ കണ്ടാൽ നമ്മൾ തൃപ്തിയായി. നമ്മൾ ചെയ്തതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയി. 2 lakh rupees, ഒരു 2 ലക്ഷം രൂപ ഒരു സ്റ്റാർട്ടിംഗ് ബേസ് എന്നുള്ള രീതിയിൽ നമുക്കത് കൊടുക്കാൻ പറ്റി. അത് ഫോസിൽ ഗ്രൂപ്പ് ചെയർമാൻ സലാമൊക്കെയാണ് അത് സ്പോൺസർ ചെയ്തത്. അത് നമ്മളിലേക്ക് എത്തിച്ചത് നമ്മളുടെ ഷഫീൽ കണ്ണൂർ, അദ്ദേഹമാണ് അത് എത്തിച്ചത്. സിലിണ്ടർ മാസ്ക് ഒക്കെ ഫിക്സ് ചെയ്താൽ കിടക്കുന്നത്, അതുകൊണ്ട് ഇവർക്ക് സംസാരിക്കാൻ പറ്റില്ല. നേഴ്സാണ് എന്നെ വിളിച്ചത്. നിങ്ങളുടെ ആരെങ്കിലും ആണോ ഇങ്ങനെ, നിങ്ങളുടെ നമ്പർ ഒന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അഡ്മിറ്റഡ് ആണ്. ഞാൻ പറഞ്ഞാൽ എൻ്റെ ആളാണ്, ഞാൻ ഇത് എത്തി. ഞാൻ ഓടിപ്പോയി. ഓടിപ്പോയി. അവർ അത്യാവശ്യം ഒരു മോശം കണ്ടീഷനിലാണ്. അപ്പോഴും ഇവർക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം, ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മോനെ എനിക്കൊരു ജോലി ശരിയാക്കി തരണേ എന്നാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ഡ്രീമിൽ തന്നെയാണ്. ഇങ്ങനൊരു മനുഷ്യൻ ഈ ലോകത്ത് അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ? നമ്മളെല്ലാവരും സ്നേഹിക്കണം, അല്ലേ? വെരി ട്രൂ. അങ്ങനെ ഒരുപാട് സ്നേഹം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാൻ, ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ഇമോഷണലായി പോകുന്നു. പറയാനൊന്നുമില്ല. ദാറ്റ് വാസ് ആബ്സല്യൂട്ട്ലി ഇൻസ്പയറിംഗ് എനിക്ക്. അത് എത്ര സത്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ. ഞാനിത് ലൈഫിൽ മറക്കില്ല നമസ്കാർ, സീരിയസ്ലി. നമ്മളെല്ലാവരും ജീവിക്കുന്ന തന്നെ അതിന് വേണ്ടിയിട്ടല്ലേ. 24 മണിക്കൂറല്ലേ ഉള്ളൂ. സീരിയസ്ലി എൻ്റെ ഫാമിലിക്ക് വേണ്ടി ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഈ വോയിസ് ഓഫ് വിമൻസിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്.
നമ്മുടെ ഷാൻ മുഹമ്മദിന്റെ പോപ്പൻസട്ടിലെ മിക്കവാറും കഥാപാത്രങ്ങൾ വോയിസ് ഓഫ് അമേരിക്കൻ മെമ്പേഴ്സാണ്. നെക്സ്റ്റ് ലെവൽ അഭിനയല്ലേ, അവരഭിനയിക്കല്ലേ അതില്, ജീവിക്കുകയാണ്. എനിക്ക് തോന്നുന്ന അനുഭവങ്ങളും കൂടെ ചേർത്തിട്ടുള്ള ആ ഭാവം വരുമ്പോഴത്തേക്കും ഓരോ ഷാൻ മുഹമ്മദിന്റെ സീരീസ് അറിയാലോ, ഭയങ്കര സാഡാണ്. അപ്പൊ ഇവരെ ജീവിതമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആവും. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവര് അതില് പുള്ളി നമ്മുടെ അബുദാബിയിലെ ഒരു അസുലഭ പ്രതിഭ തന്നെ പറയും. ഒരു നവാസ്കിയും ഇത്രയും വനിതകൾ. ഓക്കെ, കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹുക്ക് ടൈറ്റിൽ, ക്യാച്ചി ടൈറ്റിലൊക്കെ കൊടുക്കാം. ഒരു പുരുഷനും 2400 സ്ത്രീകളും. കാരണം നമ്മൾ ഒരാളെ ജോലിക്ക് ഒരു വീട്ടിലേക്ക് വിടുമ്പോൾ അവർക്ക് വേണ്ട ഗൈഡൻസ് എല്ലാം കൊടുക്കാറുണ്ട്. ട്രസ്റ്റബിൾ ആയിരിക്കണം. വീട്ടിൽ എന്തെങ്കിലും ഒരു പ്ലേറ്റ് പൊട്ടിയാൽ പോലും നിങ്ങൾ വീട്ടുകാരോട് അത് തുറന്ന് പറയണം. വീട്ടിൽ കൊണ്ടാക്കുന്നത് എൻ്റെ കുടുംബത്തിലൊരു അംഗത്തെയാണ്. ഞാൻ കൊണ്ടാക്കും വീട്ടിൽ. അപ്പം ഞാൻ സാലറി കൊടുക്കുന്നുണ്ട്, എനിക്കൊരു പണിക്കാരി വന്നു എന്നുള്ള കൺസെപ്റ്റിൽ കാണരുത്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഒരു ഉല്ലാസയാത്ര പോകാനോ അല്ലെങ്കിൽ ഒരു നല്ല ഭക്ഷണം കഴിക്കാനോ ഇതിനൊന്നും മടി കാണിക്കരുത്. ആ ഒരു 100 ദിർഹംസ് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ നടക്കും, പക്ഷെ നിങ്ങളുടെ വലിയ ഒരു ഭാരം ആ തലയിൽ തന്നെ ഇരിക്കും. ഇനി മറ്റൊരു വിശദ വിവരങ്ങൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. താങ്ക് യു ഇക്ക, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എൻ്റെ ഒരു ചെറിയ ഇൻട്രോ എന്ന് പറയുന്നത് വളരെ സത്യസന്ധമായിട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എല്ലാത്തിനും ഒരു നിമിത്തം എന്ന് പറയുന്നത് പോലെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇക്ക ഇതാ എൻ്റെ ഗസ്റ്റായി വന്നിരിക്കുകയാണ്. ഇനിയും നവാസ് മാനന്തവാടി ഇക്ക, ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് ഹെലൻ കെല്ലറിൻ്റെ വാക്കുകളാണ്. ഐ ആം അലോൺ, ഐ ആം സ്റ്റിൽ അലോൺ. I cannot do everything, but I can do something and I will do the something I can. ഞാൻ തനിച്ചാണ്, ഞാൻ ഇപ്പോഴും തനിച്ചാണ്. എന്നാൽ കഴിയുന്ന എല്ലാം തന്നെ സാധ്യമാവണമെന്നില്ല, പക്ഷെ എന്നാൽ കഴിയുന്ന എന്തെങ്കിലും ഞാൻ ചെയ്തിരിക്കണം, ഞാൻ ചെയ്തിരിക്കും. പക്ഷെ ഇക്ക ഓൾറെഡി അതിൽ ഏറെ 10 മടങ്ങ് 1000 മടങ്ങ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഫ്ലാറ്ററി അല്ല, വളരെ സത്യസന്ധമായിട്ട് ഞാൻ പറയാണ്. എത്രയോ അമ്മമാർ, എത്രയോ സ്ത്രീകളുടെ ജീവിതം തന്നെ ഒരു സഹോദരനെ പോലെ, ഒരു സുഹൃത്തായി കൂടെ നിന്ന് മാറ്റിമറിച്ചിട്ടുണ്ട്. എത്ര കുടുംബങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ പലപ്പോഴും പറയല്ലോ ഓൺടർപ്രിനേഴ്സ് ആണ്, അല്ലെ ബിസിനസ്മാൻമാരാണ് ഇതൊക്കെ ഒരുപാട് കുടുംബങ്ങൾ രക്ഷിക്കുക, അങ്ങനെയൊക്കെ ഒരു നോഷനുണ്ട്. പക്ഷെ താങ്കൾ ഒരു ഒറ്റ വ്യക്തിയായിട്ട് ഈ ഇത്രത്തോളം നന്മ ചെയ്യാനുണ്ടായ ആ പ്രചോദനം, ആ ഒരു സ്റ്റോറിയിലേക്ക് ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകും. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ വാട്സപ്പിൽ ഞാൻ വെച്ചിരിക്കുന്ന ഒരു വേർഡ്സ് ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര കണക്റ്റഡ് ആയി. താങ്ക് യു സോ മച്ച്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു സീറ്റിലിരിക്കാൻ സാധിച്ചത്. ഞാൻ ഒത്തിരി നാളായിട്ട് ഞാൻ ഈ ഇത് കാണുന്നുണ്ട്, ഡോക്ടർ അപ്പുവിൻ്റെ പോഡ്കാസ്റ്റിൽ കാണുന്നുണ്ട്. ഒരുപാട് നാളായിട്ട് ഇത് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ എത്തിപ്പെടുമെന്നുള്ളത് ഞാൻ ചിന്തിച്ചിരുന്നില്ല, പക്ഷേ ഈ പറഞ്ഞതുപോലെ പഠിച്ചതിൻ്റെ ഒരു നിയോഗം. അതെ അതെ, നമ്മൾ മറന്നാലും പുള്ളിക്കെല്ലാം അറിയാലോ. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിലേക്ക് ഒക്കെ എത്തിയത് എനിക്ക് തോന്നുന്നു ഇപ്പൊ പ്രവാസ ലോകത്ത് എത്തിയിട്ട് ഏകദേശം 2 പതിറ്റാണ്ടാവുന്നു അല്ലേ? ഓൾമോസ്റ്റ്. അപ്പൊ ഇതിലേക്ക് ഈ ഒരു ഗ്രൂപ്പ്, ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ്, ഇതിലുണ്ടായ ആ ഒരു പ്രചോദനം അല്ലെങ്കിൽ വാട്ട് ലെഡ് യു ടു ഇറ്റ്? ഇതിൻ്റെ ഒരു ക്വാളിറ്റി എനിക്ക് കിട്ടിയത് എൻ്റെ വാപ്പയിൽ നിന്നാണ്. വാപ്പ എൻ്റെ നാട്ടിൽ വളരെ സജീവമായിട്ട് പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ ഒരു ബ്ലഡ് ആണല്ലോ, തീർച്ചയായിട്ടും ആ ഒരു ക്വാളിറ്റിയാണ് ഇപ്പം കിട്ടിയിട്ടുള്ളത്. പിന്നെ നാട്ടിൽ ഞാൻ NCCയിലൊക്കെ വളരെ ആക്റ്റീവ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പൊതുപ്രവർത്തനം അല്ലെങ്കിൽ സാമൂഹിക സേവനം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്തിരുന്നൊരു കാര്യമാണ്. അപ്പം അതൊക്കെ വിട്ട് പ്രവാസ ലോകത്തേക്ക് വന്നപ്പോഴും നമ്മുടെ ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഇവിടെ വന്നപ്പോഴും നമുക്ക് മുന്നിൽ കാണുന്ന സഹായഹസ്തങ്ങൾ നിൽക്കുന്ന ആളുകളെ അങ്ങനെ കാണാതെ പോകാൻ തോന്നിയില്ല. പിന്നെ ഞാനെപ്പോഴും നല്ല സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. ഓ യെസ്, ഞാനൊക്കെ വളരെ ചുരുക്കം തവണ മീറ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ നമുക്ക് ആ ഒരു ബ്രദർലി വൈബാണ്. അതെ, അത് യെസ്, മാജിക്കലാണ്. ഞാൻ ആരെ കണ്ടാലും ഞാൻ നല്ലൊരു സമ്മാനം കൊടുക്കും. അതെന്താണെന്നറിയാം? ദാറ്റ്സ് മൈ സ്മൈൽ. അപ്പോൾ ആ ഒരു സമ്മാനത്തോടു കൂടി നമ്മളൊരു ബന്ധം അവിടെ ഉടലെടുക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ എത്ര കാലം കഴിഞ്ഞാലും നമ്മളൊരാളെ നോക്കി പുഞ്ചിരിച്ചൊരു സൗഹൃദം തുടങ്ങുമ്പോൾ അത് മറന്നു പോവില്ല. തീർച്ചയായിട്ടും. അപ്പോൾ അത് അങ്ങനെ ആ ഒരു ഒരുപാട് ബന്ധങ്ങൾ, ഒരുപാട് സൗഹൃദങ്ങളൊക്കെ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആവശ്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുന്നൊക്കെ വേദിയിൽ ഒരുപാട് ജോലി വേക്കൻസികൾ നമ്മളിലേക്ക് വരാൻ തുടങ്ങി. നവാസ്, എനിക്ക് ഇങ്ങനെ ഒരാളെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിന് ഇങ്ങനെ ഒരാളെ ആവശ്യമുണ്ട്, ഇങ്ങനെ ഒരു ജോലി വേക്കൻസി ഉണ്ട്, ആരെങ്കിലും ഉണ്ടോ പരിചയത്തിൽ? സൗഹൃദം എന്ന രീതിയിൽ ഇങ്ങനെ വരാൻ തുടങ്ങി. സോ അപ്പോൾ ആ സമയത്ത് ഈ ജോലികൾ ഒരുപാട് എന്നിലേക്ക് വരികയും ഇത്
സ്വീകരിക്കാനായിട്ട് ആളുകൾ ഇല്ലാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഓക്കെ UAE വിമൻസ് ജോബ് സെൽ എന്ന പേരിൽ 10 വർഷം മുന്നേ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ ജോലി അന്വേഷിച്ച് UAEയിലെത്തുന്ന വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 40 പേരായിരുന്നു അന്നുണ്ടായിരുന്നത്. ഓക്കെ ആ ഒരു 40 പേരിൽ നിന്ന് ഒരുപാട് പേർക്ക് ജോലി കിട്ടി. അത് മറ്റുള്ളവരിലേക്ക് അവർ അറിഞ്ഞ് ആ ഒരു കൂട്ടായ്മയായിട്ടത് രൂപപ്പെട്ടു. അതിൽ നിന്ന് 40 നിന്ന് 2430 എന്നൊരു വലിയ സംഖ്യയിലെത്തി നിൽക്കുകയാണ്. നമ്മൾ പറയില്ല ഈ ഘോരഘോരം പറയുന്നവര് പോലും അമ്പരന്ന് പോകുന്ന ചില അവസരങ്ങൾ. അതാണ് ഇപ്പോൾ പറഞ്ഞപ്പോൾ ദാറ്റ് ഈസ് ഹ്യൂജ്. എൻ്റെ ഒരു കണക്ക് ശരിയാണെങ്കിൽ UAEയിലെ ഏറ്റവും വലിയൊരു വനിതാ കൂട്ടായ്മ തന്നെയാണ് വോയിസ് ഓഫ് വിമൻ. നോ ഡൗട്ട്. അതുമാത്രമല്ല അവരുടെ സൗഹൃദം. പൊതുവേ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, അയ്യോ ഇത് അടിയാവും, കുശുമ്പാവും, ചൊറയാവും, പ്രശ്നമാവും. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇത് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കൊരു 1-2 സ്ത്രീകളെ തന്നെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ 2400-ലധികം പേരെ എങ്ങനെ മാനേജ് ചെയ്തു? അത് ഞാനും അവരും തമ്മിലുള്ള ഒരു മാനസിക ഐക്യമാണ്. കാരണം അവരെനിക്ക് തരുന്ന ഒരു റെസ്പെക്റ്റ്, ഒരു സ്നേഹം, ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കുന്ന പരിഗണന, സ്നേഹം, അതിലാണിത് വർക്കൗട്ട് ആവുന്നത്. കാരണം നമ്മളൊരു ട്രസ്റ്റബിൾ പേഴ്സൺ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നത്തിൻ്റെ കാര്യമില്ല. കാരണം അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന. ഇവൻ ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു കോള് വന്നത് രാത്രി ഒരു 1:30 കഴിഞ്ഞിട്ടാണ്. അവരുടെ റൂമിന് മുന്നിൽ ഒരാൾ വന്ന് നോക്ക് ചെയ്യുന്നു, വലിയ ബഹളം ഉണ്ടാക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. സാറേ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട് ഞാൻ വേഗം ലൊക്കേഷൻ ഇട്ട് തരാൻ പറഞ്ഞപ്പോൾ ഇത്തിരി ദൂരെയാണ്, എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ദൂരമാണ്, ഏത് പാതിരാത്രിയാണ് ഞാൻ പോകും. അപ്പം ഞാൻ പിന്നെ പെട്ടെന്ന് പറഞ്ഞത് വേഗം 999 വിളിക്കൂ. 999 വിളിച്ചിട്ട് നിങ്ങൾക്ക് ലാംഗ്വേജ് ഒന്നും അറിയില്ല കുഴപ്പമില്ല, ഹെൽപ്പ് മീ അത് മാത്രം പറഞ്ഞാൽ മതി. സോ അവർ അപ്പോൾ തന്നെ വിളിച്ചു, ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് പോലീസ് വന്നു, ആ പ്രോബ്ലം അവിടെ സോൾവ് ചെയ്തു. സോ അത് അവർക്കൊരു ധൈര്യമാണ്. ഇക്കാത് വിശ്വസ്തയോട് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റൂൾസ്, റെഗുലേഷൻസ്, ദ റൂളേഴ്സ്, ദ പോലീസ് എല്ലാം നമുക്ക് വേണ്ടി അവർ വരും. സ്വദേശിന്നോ വിദേശിന്നോ ഒരു വ്യത്യാസം ഇല്ലാതെ. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ലാംഗ്വേജ് അറിയില്ലെങ്കിൽ പോലും എന്താണ് ഹെൽപ്പ് മീ ആ ഒരൊറ്റ വേർഡിൽ അവരവിടെ വിത്തിൻ 3 or 4 minutes അവരവിടെ എത്തി എന്നുള്ളതാണ്. ആ പ്രോബ്ലം അവിടെ സോൾവ് ചെയ്യപ്പെട്ടു. അവർക്ക് ഏതൊരാൾക്കും നമ്മുടെ ഈ വോയിസ് ഓഫ് വിമൻസ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഇവിടെ ഉണ്ട്, ആ ഒരു ധൈര്യമുണ്ട് എന്നുള്ളത്. ഞങ്ങളുടെ ശബ്ദവും കേൾക്കും, ശബ്ദവും കേൾക്കപ്പെടും എന്നുള്ളത് അത് ഏറ്റവും വലിയൊരു കാര്യമാണല്ലേ. അതും എനിക്ക് തോന്നുന്നത് പല കമ്മ്യൂണിറ്റി, പല വിശ്വാസം, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായിരിക്കും. അവരൊക്കെ ചിലർക്കൊക്കെ വീട്ടിൽ പോലും ഒരു അഭിപ്രായം പറയാനുള്ള ഒരു ഫ്രീഡം ഇല്ലാത്തടത്താണ് ഈ വോയിസ് ഓഫ് വിമനിൽ അവർക്ക് അവരുടെ സജഷൻസ്, അഭിപ്രായങ്ങൾ ഒക്കെ രേഖപ്പെടുത്താനുള്ള ഒരു അവസരം കൊടുക്കും. എനിക്ക് തോന്നുന്ന പല പ്രായക്കാരും ഉണ്ടല്ലോ. അപ്പൊ ഇതില് മറ്റേ എങ്ങനെ ഇവർക്ക് എല്ലാവർക്കും ഈക്വലായിട്ട് നിൽക്കുന്നു? ഒരാളല്ലേ ഉള്ളൂ, ഒരു നവാസ് മാനന്തവാടി. അതെ ഇതിന്റെ രസം എന്താന്ന് വെച്ചാല് നമ്മുടെ കൂട്ടായ്മയിൽ ഏകദേശം ഒരു 18 വയസ്സ് മുതലുള്ള മെമ്പേഴ്സ് ഉണ്ട്. എൻ്റെ കുഞ്ഞു മക്കള് ഒക്കെ പറയുന്ന പോലെ 18 വയസ്സ് മുതൽ 81 വയസ്സ് വരെയുള്ള ആൾക്കാരുണ്ട്. ഇവര് ഈ 81 വയസ്സുള്ള ആളും ചിലപ്പോൾ എന്നെ നവാസ്കാന്ന് വിളിക്കും. സോ അവരെന്റെ മുന്നിൽ കുട്ടിയാണ്. അപ്പൊ ഞാൻ ആ ഒരു സൗഹൃദം എപ്പോഴും അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണെങ്കിലും അവരുടെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ എന്തിനാണെങ്കിലും ഞാൻ ഈ ഒരു സ്ട്രാറ്റജിയാണ് കീപ്പ് ചെയ്യുന്നത്. എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുക എന്നുള്ളത്. പിന്നെ ഇവർക്ക് ചിലപ്പം ഫോൺ വിളിച്ച മണിക്കൂറുകൾ കണക്കിന് സംസാരിക്കേണ്ടി വരും. കാരണം ഇവർക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. എന്നാൽ ഇവരെ കേൾക്കാൻ ആളുകളില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ചൊക്കെ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ മുഖ്യ റോൾ വഹിക്കുന്ന പുരുഷന്മാർക്ക് ആ ഒരു ലിസണിങ് മെന്റാലിറ്റി ഉണ്ടാവില്ല. ഇവർ പറയുന്നത് നിങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നതും കൂടെ നിങ്ങളൊന്ന് കേൾക്കൂ എന്നുള്ള ഒരു ഇതില് തുടങ്ങുന്നതാണ്. അതാ ഞാൻ പറഞ്ഞേക്കാം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ലൈഫ് ടൈം ഓഫ് ഗുഡ്നെസ് ഏകദേശമൊക്കെ ചെയ്ത് അതിന്റെ എത്രയോ മടങ്ങ് ചെയ്ത് കഴിഞ്ഞു. അതെങ്ങനെയാ ക്ഷമ കിട്ടി? ഇപ്പൊ സാമൂഹിക പ്രവർത്തനമൊക്കെ ചെയ്തു. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ക്ഷമയുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ക്ഷമയുടെ നെല്ലിപ്പലക ഇളകില്ല. ഇത് ചില സമയങ്ങളിൽ ഈ പറഞ്ഞതുപോലെ എക്സ്ട്രീം ലെവലിലൊക്കെ എത്തും. പക്ഷെ നമ്മൾ അവരുടെ അവസ്ഥയിലേക്ക് ഇറങ്ങി ചെന്നാൽ അവരെ കേൾക്കാൻ നമ്മൾ തയ്യാറാവും.
ഓക്കെ. അത്രേ ഉള്ളൂ. നമ്മൾ നമ്മളായിട്ട് നിൽക്കാതെ അവരിലേക്ക് എത്തിയാൽ മതി. That's it. അവരെ ഒന്ന് മനസ്സിലാക്കാൻ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പം നമുക്ക് മുന്നിൽ പൊട്ടിത്തെറിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ പരാതികളുടെ വലിയ കൂമ്പാരം തുറക്കുന്ന എല്ലാ ആളുകൾക്കും അവരുടേതായിട്ടുള്ളൊരു കുഞ്ഞു മനസ്സും അതിലൊരു തരി പ്രശ്നങ്ങളുണ്ടാവും. അതെ. അപ്പം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരിലേക്കൊന്ന് ഇറങ്ങി ചെന്നാൽ തീർക്കാവുന്ന വിഷയങ്ങളേ ഉള്ളൂ ഇവർക്ക്. പിന്നെ ഇതിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഇക്കയുടെ ഫാമിലിക്കും കൂടെയാണ്, വൈഫിനും മക്കൾക്കും. കാരണം അവര് ഇതിന് എതിർപ്പ് തരികയാണെങ്കിൽ ഇക്ക മെന്റലി ട്രോമറ്റൈസ്ഡ് ആവും. തീർച്ചയായിട്ടും ഇന്നിക്കൊക്കെ ഇത് രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ പറ്റില്ല. ഒബ്വിയസ്ലി സ്വന്തം ഫാമിലി എന്ന് പറയുന്നത് മറ്റൊന്നു തന്നെ. അപ്പം ഇത്തയുടെ ആ ഒരു റോളും സപ്പോർട്ടും തീർച്ചയായിട്ടും അവര് ഈ ഒരു 2 വർഷം മുന്നേ വരെ എൻ്റെ കൂടെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ആള് കാണുന്നതും ഈ രാത്രികളിലൊക്കെ എനിക്ക് കോള് വരുന്നതും ഞാൻ സംസാരിക്കുന്നതും ഇവരുടെ കാര്യത്തിൽ ഇടപെടുന്നൊക്കെ ആള് കാണുന്ന ഒരാളാണ്. സോ ആക്ച്വലി വൈഫിന് അറിയാം എന്താണ് ഞാൻ എന്നുള്ളത്. എന്താ പേര് ഇത്തയുടെ? ഷബിന എന്നാണ്. ലവ് മാരേജ് ആയിരുന്നു? അത് അല്ല, അറേഞ്ച്ഡ്. അത് ഞാൻ പറഞ്ഞില്ലേ, ചെയ്ത പുണ്യം നല്ല രീതിയിൽ വരിക എന്നുള്ളതാണ് ഇക്ക. പിന്നെ ഇപ്പോൾ ഒക്കെ പറഞ്ഞല്ലോ ഈ 40 to 2400 കുറച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള, ആക്ച്വലി ഐഡ് ലൈക്ക് ടു ഷെയർ as well. ജൂലൈയിൽ ജഗദീഷ് ചേട്ടനൊക്കെ വന്ന് വലിയൊരു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ നവാസ്ക തന്നെ പറയട്ടെ, എത്ര വലിയ മഹത്തായ കാര്യമാണ് അവർ ആ വേദിയിൽ വെച്ച്, അബുദാബി ഇസ്ലാമിക് സെൻറ്ററിൻ്റെ വേദിയിൽ വെച്ചായിരുന്നു ഇവൻ്റെ അവിടെ. നസീർക്കാണ് അതിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തത്, നവാസ്കയാണ് കോർഡിനേറ്റ് ചെയ്തത്. ഫാസിൽ ബഷീറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഒട്ടനവധി കലാകാരന്മാരൊക്കെ വന്നിരുന്നു. ഞാൻ അതിൻ്റെ ഒരു MC ആയിരുന്നു, എന്നോടൊപ്പം തന്നെ നമ്മുടെ കുറിപ്പുണ്ടായിരുന്നു. സോ ആ മഹത്തായ കാര്യം അതിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഒന്ന് ചുരുക്കത്തിൽ പറയാം. നമുക്ക് ഈ ഹൗസ് മെയ്ഡ് എന്ന കാറ്റഗറി ജനങ്ങൾ ആരും അംഗീകരിക്കാത്തൊരു കാറ്റഗറിയായിരുന്നു. അവർ വീട്ടുപണിക്ക് വന്നതാണ്, വീട്ടുപണിക്ക് ചെയ്ത് നിന്നാൽ മതി എന്നൊരു കൺസെപ്റ്റ് ആയിരുന്നു ഈ അടുത്ത കാലം വരെ. അങ്ങനെ ഒരു കൺസെപ്റ്റ് നിലനിന്ന സമയത്താണ് വോയിസ് ഓഫ് വിമൻസ് എന്ന ഒരു കൂട്ടായ്മയായിട്ട് ഞാൻ മുന്നോട്ട് വരുന്നത്. സോ നമ്മളത് വന്നിട്ട് ആദ്യം ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞത് അബുദാബിയിലെ ഒരു റെപ്യൂട്ടഡ് ഹോസ്പിറ്റലായിട്ട് കണ്ടക്ട് ചെയ്തിട്ട് ഒരു മെഡിക്കൽ ക്യാമ്പായിരുന്നു. അപ്പോൾ അതുവരെ വീടുകളുടെ അകത്തളങ്ങളിൽ മാത്രം ഇരുന്ന ആളുകൾ ഒരു ബാഡ്ജൊക്കെ, വോയിസ് ഓഫ് വിമൻസിന്റെ ബാഡ്ജൊക്കെ ഇട്ടിട്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. അവരുടെ കൺസെപ്റ്റിൽ, അവരുടെ സ്വപ്നങ്ങളിലില്ല അത് റിയലായിട്ട് വന്നപ്പോഴേക്ക് ആ ഒരു പ്രൗഡ് നമ്മൾ കണ്ടതാണ്. നമുക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള. തീർച്ചയായിട്ടും ഈ ആളുകളൊക്കെ വരുന്നു, ഇവരെ പിന്നെ നല്ല ഭവ്യതയോട് കൂടി ഇവരുടെ സംസാരിക്കുന്നു, റെസ്പെക്റ്റ് കൊടുക്കുന്നു, കാര്യങ്ങൾ ചോദിക്കുന്നു, ഇവർ ഭയങ്കര ക്വാളിറ്റിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പം ഞാൻ അതിന് മുന്നിലുണ്ടെങ്കിൽ പോലും ഞാൻ ഒന്നുമില്ല അവിടെ. ഒരു പിന്നെ മെഡിക്കൽ ക്യാമ്പിൽ നമുക്ക് ഫ്ലാഗ് ഓഫ് ഒക്കെ ചെയ്തത് അബുദാബി കമ്മ്യൂണിറ്റി പോലീസിന്റെ ഫസ്റ്റ് വാറണ്ട് ഓഫീസർ ഐഷ മാഡായിരുന്നു. അപ്പോൾ ഐഷ മാഡൊക്കെ വന്നു, ഇവരെയൊക്കെ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു, ഇവരെ ചേർത്ത് പിടിക്കുന്നു. അത് അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് എനർജിയാണ് നൽകിയത്. സോ അവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ഇവർ തന്നെ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി, ഞങ്ങൾക്ക് കൂടുതൽ വേദികൾ വേണം, ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തു. ഡെസേർട്ട് സഫാരി ചെയ്തു, ദുബായിലേക്ക് നമ്മളൊരു യാത്ര പോയി. എനിക്ക് ഭയങ്കര സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഈ മിനി സ്ക്രീനിൽ അല്ലെങ്കിൽ പിക്ചറിൽ മാത്രം കണ്ടിട്ടുള്ള ബുർജ് ഖലീഫ പോലെയുള്ള അത്ഭുതങ്ങളൊക്കെ ആ ദുബായ് മോളിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് ആദ്യമായിട്ട് അതിങ്ങനെ കാണുമ്പം അവരുടെ മുഖത്ത് ഒരു കുഞ്ഞു കുട്ടിയുടെ നിഷ്കളങ്കതയോടെ നോക്കി നിൽക്കുന്ന ഒരു സീനില്ലേ, ആ ഒരൊറ്റ സീൻ കണ്ടാൽ നമ്മൾ തൃപ്തിയായി, നമ്മൾ ചെയ്തതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയി. സോ അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു വന്നു. അങ്ങനെയാണ് നമുക്കൊരു മെഗാ ഷോ എല്ലാവരെയും, അബുദാബിയിലെ ജനങ്ങളിലേക്ക് മൊത്തം വോയിസ് ഓഫ് വിമൻസ് എത്തണമെന്ന തീരുമാനത്തിൽ ഒരു മെഗാ ഷോയിലേക്ക് ഞങ്ങൾ കടന്നത്. അത് നമുക്ക് ഏറെ പ്രിയപ്പെട്ട ജഗദീഷ് ചേട്ടനെയും ശ്രുതി ലക്ഷ്മി, അതുപോലെ ലിബിൻ സക്കറിയ, പിന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് ഫാസിൽ ബഷീർ, ഇവരെല്ലാം അണിനിരത്തി ഡോക്ടർ അപ്പുവിൻ്റെ പ്രസൻസിൽ 2-3 തവണ ഞാൻ പറഞ്ഞില്ലേ വോയിസ് ഓഫ് വിമനുമായിട്ട് എനിക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവരെ എത്രയോ വർഷത്തെ പരിചയം, ഞാൻ നവാസ്കയോട് അതാ പറഞ്ഞ, ആ സ്നേഹം കുറയില്ല. ഓരോ തവണയും കാണും, ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞ് കണ്ടാലും ആ സ്നേഹവും ആ വാത്സല്യവും, മാതൃവാത്സല്യമാവാം, സഹോദരിയായിട്ടാവാം, കാണും സുഹൃത്തായിട്ടാവാം, കെട്ടിപ്പിടിച്ച് സെൽഫി എടുക്കാനേ നേരം ഉണ്ടാവുള്ളൂ. നമുക്ക് അത് അത്രയ്ക്ക് അവരത് ചെറിഷ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതൊരു വമ്പൻ ഹിറ്റായിരുന്നു. മിഥുനും അതാണ് മിസ്റ്റർ കുറുപ്പ്, നിങ്ങളുടെ കുറുപ്പ് ഇതായെത്തി. സോ ഇക്ക എങ്ങനെയായിരുന്നു അതിൽ നടന്ന ഒരു മഹത്തായ സംഭവത്തെ കുറിച്ച് നമ്മുടെ ഓഡിയൻസിനോട്? അത് തീർച്ചയായിട്ടും ആളുകൾക്ക് ഇവരിതെങ്ങനെ കോർഡിനേറ്റ് ചെയ്യും എന്നതിനെ കുറിച്ച് വലിയൊരു സംശയം ഉണ്ടായിരുന്നു.
കാരണം ഇവിടുത്തെ മഹാരഥന്മാർ മാത്രം കൈവച്ചിട്ടുള്ള ഏരിയയാണ്. അതാണ്. ഈ സ്ത്രീകളെ കൊണ്ട് ഇത് പറ്റുമോ? അത് പറ്റുമെന്ന് കാണിച്ചു കൊടുത്തൊരു വേദിയായിരുന്നു. ആ ഒരു വേദിയിൽ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു 20 വർഷത്തിന് മുകളിൽ പ്രവാസ ജീവിതം നയിക്കുന്ന, ഇന്നും ഇല്ലായ്മയിൽ ജീവിക്കുന്ന 5 അമ്മമാരെ കണ്ടെത്തിയിട്ട് അവർക്ക് വീട് വെക്കുന്നതിനായിട്ട് ഒരു 2 lakh dirhams, 2 lakh rupees, 2 lakh rupees, ഒരു 2 ലക്ഷം രൂപ ഒരു സ്റ്റാർട്ടിംഗ് ബേസ് എന്നുള്ള രീതിയിൽ നമുക്കത് കൊടുക്കാൻ പറ്റി. അത് ഫോസിൽ ഗ്രൂപ്പ് ചെയർമാൻ സലാമൊക്കെയാണ് അത് സ്പോൺസർ ചെയ്തത്. അത് നമ്മളിലേക്ക് എത്തിച്ചത് നമ്മളുടെ ഷഫീൽ കണ്ണൂർ, അദ്ദേഹമാണ് അത് എത്തിച്ചത്. ഷഫീൽക്ക അത് ഭയങ്കര ഇമോഷണലി ഹാർട്ട് റഞ്ചിങ് ആയിട്ടുള്ള, അത് നമ്മളൊക്കെ, എൻ്റെ മമ്മിയും ഇവിടെ ഈ പ്രവാസ ലോകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഷീ ഹാസ് എർ ഓൺ സേവിങ്സ് എന്നുള്ളത്. പക്ഷേ ഈ ഉമ്മമാർ എത്രത്തോളം കഷ്ടപ്പാടും അധ്വാനവും ഉണ്ടെന്ന് അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് തന്നെ മനസ്സിലാക്കുക, ചോദിക്കേണ്ട ആവശ്യമില്ല. അവരുടെ ഒരു എക്സ്പ്രഷൻ, ബോഡി ലാംഗ്വേജ്, അതിലൊക്കെ മനസ്സിലാവും. ആ ഒരു ഇതിലേക്ക് എത്തിയത്, അങ്ങനെ നമുക്ക് ചെയ്യണമെന്ന് തോന്നാൻ കാരണം എന്തായിരുന്നു? ഒരു സുപ്രഭാതത്തിൽ ആയിരിക്കില്ലല്ലോ, അത് ഏറെ നാളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു മെഗാ ഷോ ചെയ്യുന്നതിന് കുറച്ച് നാൾ മുന്നേ ഒരു 74 വയസ്സുള്ളൊരു ഉമ്മ, അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡായി, LLH ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡായി. അവിടുത്തെ നേഴ്സാണ് എന്നെ വിളിക്കുന്നത്. അപ്പം ഇവർക്ക് ആകെ കൊടുക്കാനുള്ള നമ്പർ എൻ്റെതാണ്. സോ ഇവർക്ക് സംസാരിക്കാൻ പറ്റില്ല. ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ, ഹോട്ട് ലൈൻ നമ്പർ എന്നൊക്കെ പറയാം നമുക്ക്. ഒരു മാസ്ക് ഒക്കെ വെച്ചിട്ട് ഒരു ഓക്സിജൻ സിലിണ്ടർ മാസ്ക് ഒക്കെ ഫിക്സ് ചെയ്താൽ കിടക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് സംസാരിക്കാൻ പറ്റില്ല. നേഴ്സാണ് എന്നെ വിളിച്ചത്. നിങ്ങളുടെ ആരെങ്കിലും ആണോ ഇങ്ങനെ, നിങ്ങളുടെ നമ്പർ ഒന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അഡ്മിറ്റഡ് ആണ്. ഞാൻ പറഞ്ഞാൽ എൻ്റെ ആളാണ്, ഞാൻ ഇതെത്തി. ഞാൻ ഓടിപ്പോയി അവിടെ. ഓടിപ്പോയി. അവർ അത്യാവശ്യം ഒരു മോശം കണ്ടീഷനിലാണ്. അപ്പോഴും ഇവർക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം, ഇവിടെ നിന്ന് ഇറങ്ങിയ മോനെ എനിക്കൊരു ജോലി ശരിയാക്കി തരണേ എന്നാണ്. അപ്പോഴും ഞാൻ അവരുടെ അടുത്ത് പറയുന്നത്, ഞാനൊരു ടിക്കറ്റ് തരാം, നിങ്ങൾ നാട്ടിലേക്ക് പോയിട്ട് ഒന്ന് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് വരും. വേണ്ട, എനിക്കിപ്പോൾ പോകാൻ പറ്റില്ല, വീടില്ല. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. തീർച്ചയായിട്ടും. സോ അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ആളുകൾ അറിയില്ല, കാരണം ജീവിതത്തിന്റെ ഒരു മെജോറിറ്റി ഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. അതെ. അപ്പം ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള കൂടുതൽ ആളുകളെ കണ്ടെത്താനായിട്ട് ശ്രമിച്ചു. അങ്ങനെ പരിമിതികളുണ്ടല്ലോ. അങ്ങനെ ഒരു 5 പേരെ കണ്ടെത്തി ഈ കാര്യങ്ങൾ ഷഫീൽ കണ്ണൂരായിട്ട് ഡിസ്കസ് ചെയ്തു. ഷഫീൽ കണ്ണൂർ കൃത്യമായിട്ട് ഫോസിൽ ഗ്രൂപ്പ് ചെയർമാൻ സലാമൊക്കെ ആയിട്ട് കണക്ട് ചെയ്തു. അത് സംഭവിച്ചു. ഇതിലെന്തെന്ന് പറയാൻ, നമ്മൾ നന്മ ചെയ്യുമ്പോൾ നന്മയിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും എത്തുന്നു എന്നുള്ളത്, തീർച്ചയായിട്ടും എങ്ങനെങ്കിലും എത്തിപ്പെടും എന്നുള്ള. പിന്നെ ആ ഉമ്മ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പുള്ളിക്കാരത്തി ഇത്രയും വലിയൊരു മഹാസംഭവത്തിന് കാരണമായി മാറും എന്നുള്ളത്. അവരെയും ഉൾപ്പെടുത്തി കേട്ടോ. അവരെയാണ് ഫസ്റ്റ് നമ്മൾ അതിലേക്ക്. ഓക്കെ, അതിലെ മെയിൻ ഉമ്മ ഫസ്റ്റ് വന്ന ഭീമാപ്പള്ളി. ഓക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. അവര് അത്ര നിഷ്കളങ്കമായ ഒരു മുഖം ഞാൻ ഈ അടുത്തിടയ്ക്കൊന്നും കണ്ടിട്ടില്ല. എന്തൊക്കെയോ കുറേ ഇമോഷൻസ് ഉണ്ട്, പക്ഷെ അവരുടെ മുഖത്തൊരു നിശ്ചല ഭാവമാണ്. അതിൽ നമുക്ക് ഫീൽ ചെയ്യലോ, ഇതൊരു ആഴക്കടലാണ്. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ ഒതുക്കി നിൽക്കുന്ന ആൾക്കാരാണ്. അതെ അതെ. ഇല്ലെങ്കിൽ അവരൊക്കെ മക്കളുടെയും ചെറുമക്കളുടെ ഒക്കെ കൂടെ വീട്ടിലിരിക്കേണ്ട ഒരു സമയമാണ്, വിശ്രമിച്ചിരിക്കേണ്ട പ്രായം. തീർച്ചയായിട്ടും. മാഷാ അല്ലാഹ്. അപ്പോൾ അതിൽ നിന്നും ഇപ്പോൾ ഒരുപാട് സർവീസസും കാര്യങ്ങളും ഒക്കെ ചെയ്തു. നവാസ് മാനന്തവാടി എന്ന വ്യക്തിയുടെ ഡ്രീം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ഡ്രീമിൽ തന്നെയാണ്. ഇങ്ങനെ ഒരു മനുഷ്യനെ ഈ ലോകത്ത് അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ? നമ്മളെല്ലാവരും സ്നേഹിക്കണം, അല്ലേ? വെരി ട്രൂ. അങ്ങനെ ഒരുപാട് സ്നേഹം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാൻ, ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ആദ്യമായിട്ടാണ് ഞാൻ ഇമോഷണലായി പോകുന്നത്. പറയാനൊന്നുമില്ല. ദാറ്റ് വാസ് ആബ്സല്യൂട്ട്ലി ഇൻസ്പയറിംഗ് എനിക്ക്. അത് എത്ര സത്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ. ഞാനിത് ലൈഫിൽ മറക്കില്ല നവാസ്ക, സീരിയസ്ലി. നമ്മളെല്ലാവരും ജീവിക്കുന്ന തന്നെ അതിന് വേണ്ടിയിട്ടല്ലേ. ഇത്ര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വം ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇമോഷൻസും ഇത്ര റോ ആയത്. തീർച്ചയായിട്ടും പുള്ളി പറയുന്നതെല്ലാം മനസ്സിൽ നിന്നുള്ള വാക്കുകളും സത്യസന്ധമായ അനുഭവങ്ങളാണ്. ഇതിൽ യാതൊരുവിധ കളങ്കമോ അല്ലെങ്കിൽ ഫേക്കായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സോ ഒക്കെ പറഞ്ഞത് ഒത്തിരി നമ്മളെ സ്നേഹിക്കപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കപ്പെടണം. പക, വിദ്വേഷം, വെറുപ്പ് എന്നിവയൊന്നും വേണ്ട. എല്ലാവരും ഒന്ന് സ്നേഹിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഉണ്ടെങ്കിൽ തന്നെ ലോകത്ത് 10 മുക്കാൽ പ്രശ്നം. ചെറിയൊരു ലൈഫാണ്,
അതിൽ തന്നെ നല്ലൊരു ഭാഗം പ്രവാസികളായിട്ട് ജീവിക്കുകയാണ്. ഈ പ്രവാസ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും ഒരാളുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അങ്ങനെ ഈ പ്രശ്നങ്ങളുടെ നടുവിലുള്ള നമ്മൾ എന്തിനാണ് പരസ്പരം കലഹിക്കുന്നത്? അതായത് ബർത്തിന്റെയും ഡെത്തിന്റെയും ഇടയ്ക്കുള്ള ഒരു കുഞ്ഞ് ഷോർട്ട് ലൈൻ, അതിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പും പകയും വിദ്വേഷം വെച്ച്. പക്ഷെ ഞാൻ ഇരുത്തിക്കൊണ്ട് പറയല്ല, പക്ഷെ യു ആർ സെൽഫ്ലെസ്, ഒരു മടിപ്പില്ലാത്ത രീതിയിലാണ് ഈ സഹായിക്കുന്നത്. അപ്പം ചിലപ്പോൾ തോന്നില്ല ഞാൻ ടയേർഡാണ്, എന്നെ കൊണ്ട് വയ്യ. കാരണം ഒരു വ്യക്തിയാണ്, ഇക്കും തീർച്ചയായിട്ടും ഇക്കയുടേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്, ഫാമിലി ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതിൻ്റെ കൂടെ ഇവർക്കൊക്കെ വേണ്ടി സമയം കണ്ടെത്തും. 24 മണിക്കൂറല്ലേ ഉള്ളൂ, എക്സ്ട്രാ ഇല്ലല്ലേ. സീരിയസ്ലി എൻ്റെ ഫാമിലിക്ക് വേണ്ടി ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഈ വോയിസ് ഓഫ് വിമൻസിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. അതെന്താണെന്നറിയോ? തങ്ങൾക്ക് സല്യൂട്ട്, നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ല നടക്കൂല. അതെന്താണെന്നറിയോ? നമുക്ക് എത്ര കിട്ടിയാലും മടുക്കാത്ത 2 സാധനങ്ങളുണ്ട്. ഒന്ന് സ്നേഹം, പിന്നെ രണ്ടാമത്തത് പ്രാർത്ഥന. എൻ്റെ ഒരു കൺസെപ്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ രണ്ടും എനിക്ക് ധാരാളം കിട്ടുന്നുണ്ട്. ഞാൻ എത്രത്തോളം ഇവരിലേക്ക് ഇറങ്ങി ചെല്ലുന്നോ അത്രത്തോളം എനിക്ക് ഈ 2 സാധനങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് എനിക്ക് മടുപ്പില്ലാതെ ഓടാനായിട്ട് സാധിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേക്കാ, ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചൊരു പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പേര് ട്രൂലി സ്പീക്കിംഗ് ബാച്ചിലേഴ്സിൻ്റെ കഷ്ടപ്പാട് നമ്മൾ കാണാറുണ്ട്. അത് ഒരുപാട് ചാനൽസ് ആയിക്കോട്ടെ, ഡോക്യുമെൻ്ററീസ് ആയിക്കോട്ടെ, പ്രവാസ ലോകവും പങ്ക് ബെഡും കുബൂസും ഇത് കഷ്ടപ്പെടുന്നവരുണ്ട്. ഇല്ലാന്നല്ല, ആടുജീവിതം ഇതൊക്കെ സത്യമാണ്. വാട്ട് അബൌട്ട് ലേഡീസ്? അവർക്ക് അതിൻ്റെ എത്രയോ ഇരട്ടി, ഞാനൊരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കാണിക്കല്ല, അവർ എത്രത്തോളം പേര് ഗദ്ദാമയായിട്ടും പുറംലോകമായിട്ട് ബന്ധമില്ലാണ്ടും ഒക്കെ പറഞ്ഞ പോലെ അകത്തളത്തിൽ നിന്നും വീണ്ടും അകത്തളത്തിലേക്ക്, അതായത് ജീവിക്കുന്ന പ്രവാസത്താണോ അതെ എന്നൊക്കെ പറഞ്ഞ പോലെ ചിലപ്പം അടുത്ത സ്ട്രീറ്റ് പോലും എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയണ്ടാവില്ല. കാരണം 4 ചുമരിൽ നിന്നും വീണ്ടും 4 ചുമരിലേക്ക്. പിന്നെ ഇതിന് സാന്ത്വനായിട്ട് ഏകാനായിട്ടുള്ളത് ഒരു ലോഡ് പ്രശ്നങ്ങളും. അതിൽ നിന്നും അവർക്കൊരു ശബ്ദം, അവർക്കൊരു വേദി, അവർക്കൊരു മാതൃക, അവർ ചിരിച്ച് അവരിൽ എത്ര പേര് ഡാൻസേഴ്സ് ആണെന്നറിയോ നിങ്ങൾക്ക്? പലരും ഡാൻസേഴ്സ് ആണ്, പാട്ടുകാരാണ്, മിമിക്രി എല്ലാം ഉള്ളിലുണ്ട്. പക്ഷെ ഒതുക്കി വെക്കുന്നതിന് പകരം ഇപ്പോൾ ചിറക് വിരിക്കൂ, പറക്കൂ. ഒരു കാര്യം അറിയോ? നമ്മുടെ ഷാൻ മുഹമ്മദിന്റെ പോപ്പൻസെറ്റിലെ മിക്കവാറും നെക്സ്റ്റ് ലെവൽ അഭിനയല്ലേ, അവരഭിനയിക്കല്ലേ അതില്, ജീവിക്കുകയാണ്. എനിക്ക് തോന്നുന്ന അനുഭവങ്ങളും കൂടെ ചേർത്തിട്ടുള്ള ആ ഭാവം വരുമ്പോഴത്തേക്കും ഓരോ ഷാൻ മുഹമ്മദിന്റെ സീരീസ് അറിയാലോ, ഭയങ്കര സാഡാണ്. അപ്പൊ ഇവരുടെ ജീവിതമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആവും. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവര് അതില് പുള്ളി നമ്മുടെ അബുദാബിയിലെ ഒരു അസുലഭ പ്രതിഭ തന്നെ. നോ ഡൗട്ട്. എത്ര പേർക്ക് എന്തുമാത്രം ചാൻസും കൊടുത്തിട്ടുണ്ട്. പക്ഷെ സ്വയമേ നമ്മൾ പറയില്ലേ, തന്നെ വഴി വെട്ടി വന്നവനാടാന്ന് പറയുന്നത്. പക്ഷെ ആ ടീമിലുള്ള എല്ലാവരും തന്നെ പുള്ളിയുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നു. അവര് 5 അംഗ സംഘം ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു ഓരോ തവണയും കൂടി വരുന്നേ ഉള്ളൂ. ഒറ്റ തവണ അവരുടെ വീഡിയോ കണ്ട പിന്നെ നമ്മൾ അതിൽ അഡിക്റ്റഡ് ആണ്, ഓട്ടോമാറ്റിക്കലി കണക്ട് ആവും അവരുമായിട്ട്. സോ ഇപ്പൊ ഇക്ക പറഞ്ഞു, അപ്പൊ ഇക്കയുടെ ഡ്രീം ഫുൾഫിൽ ആയി കഴിഞ്ഞു. ഞാൻ എൻ്റെ ആ ഡ്രീമിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കിത് ഏത് മനുഷ്യനും സാറ്റിസ്ഫൈഡ് ആണ്. തീർച്ചയായിട്ടും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യത്തിൽ. പിന്നെ ഡോക്ടർ, വേറൊരു കാര്യം, ഈ മേഖലയിൽ പ്രവർത്തിക്കണം, ഈ സ്ത്രീകളെ സഹായിക്കണം എന്നൊക്കെ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാവും. എന്നെക്കാൾ കൂടുതൽ ഇവരിലേക്ക് ഇറങ്ങി ചെല്ലാനും സഹായിക്കാനും പറ്റുന്ന ഒത്തിരി ആളുകൾ ഇവിടെ ഉണ്ട്. പക്ഷെ ഇവർക്കൊക്കെ ഒരു പേടിയുണ്ടാവും. സ്ത്രീകളാണ്, എങ്ങനെ ജനങ്ങൾ അതിനെ സ്വീകരിക്കും, നാളെ എന്താവും ഇതിന്റെ പരമാർത്ഥമായൊരു സത്യമാണ്. പല മിസ്ജഡ്ജ്മെന്റ്സ്, മിസ്കോൺസെപ്ഷൻസ്, പിന്നെ റോങ് ഇൻഫർമേഷൻ, ക്യാരക്ടർ തന്നെ അസാസിനേറ്റ് ചെയ്ത് 10 വർഷത്തിനിടയിൽ ഞാൻ തന്നെ ഫേസ് ചെയ്ത ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഇവരോട് പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ഡോക്ടറോട് എനിക്ക് ചോദിക്കാനുള്ളത് എൻ്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത് ഞാൻ ഡോക്ടറോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇടപെടുന്ന രീതി വെച്ചിട്ടാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഏതൊരാളെടുത്തും ഞാൻ അതാ പറയാറ്, ഞാൻ എന്താണ്, നിങ്ങളോട് ഞാൻ എങ്ങനെയാണോ അതാണ് ഞാൻ. അതെ, അതിലിവിടെ ഒരു ജെൻഡർ വേർതിരിവ് ഒന്നുമില്ല. ഇപ്പം ഞാൻ തന്നെ ഒക്കെ ആയിട്ട് ഒരു 1 ഫീറ്റ് ഡിസ്റ്റൻസ് പോലും ഇല്ല, 1 ഫുട്ട് ഡിസ്റ്റൻസ് പോലും ഇല്ല. എന്നിരുന്നാൽ കൂടി ദാറ്റ് ഓറ, ദാറ്റ് പോസിറ്റിവിറ്റി ഈസ് വാട്ട് ദാറ്റ് കണക്ട്സ് ഹ്യൂമൻസ്. പിന്നെ നമ്മുടെ മനസ്സിലൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സോ ചിന്തകളോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ആരോടും സംസാരിക്കാം, ആരോടും ഇന്ററാക്ട് ചെയ്യാം, ആരുമായിട്ടും ഒരു ബന്ധം പുലർത്താം. നമ്മൾ നല്ല വശമേ കാണും. ഒരു മനുഷ്യന് പെർഫെക്റ്റ് അല്ലേക്കാ? ആരാ പെർഫെക്റ്റ്? നോബഡി. നമ്മൾ ടേക്ക്
ദ ഗുഡ് ലീവ് ദ ബാഡ്. ഇക്ക പറഞ്ഞ പോലെ നമ്മൾ സ്നേഹവും പ്രാർത്ഥനയും ഇങ്ങനത്തെ ചിന്തകളാവുമ്പോൾ തന്നെ നമുക്ക് നെഗറ്റീവിലോട്ട് തിരിയാൻ സമയമില്ല. അതിപ്പം നവാസ്ക ആരെന്ത് പറഞ്ഞാലും സത്യം പറഞ്ഞാൽ അമ്പരന്ന് പോകും. ഒരു നവാസ്കയും ഇത്രയും വനിതകൾ. ഓക്കെ, കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹുക്ക് ടൈറ്റിൽ, ക്യാച്ചി ടൈറ്റിലൊക്കെ കൊടുക്കാം. ഒരു പുരുഷനും 2400 സ്ത്രീകളും. പക്ഷെ ഇതിന്റെ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവിത്രതയുടെ അറ്റ് ഇറ്റ്സ് പീക്കാണ്. ഇത് പടച്ചോനായിട്ട് നിശ്ചയിച്ചതാണ്. അതായത് പ്രോഫിറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിലേക്ക് വന്ന് ഇത്രയും എന്താ പറയുക, നല്ല കാര്യങ്ങൾ ചെയ്യാനും നന്മ പഠിപ്പിക്കാനും ഓരോ മതങ്ങളും ഓരോ മതഗ്രന്ഥങ്ങളും ഒക്കെ പറയുന്നത് തന്നെയാണ്. അപ്പം അങ്ങനെ ചെയ്ത പോലെയാണ് ഇവരുടെ ലൈഫിൽ ഒരു മജീഷ്യനായിട്ട് വന്നിരിക്കുന്നത്. ഞങ്ങളെ കേൾക്കാനും മനസ്സിലാക്കാനും അവരുടെ ഗംഭീര പ്രോഗ്രാംസ് ഇനിയും വരുന്നുണ്ട്. പക്ഷേ നവാസ്ക ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പ് നവാസ്കയുടെ പ്രവാസ ജീവിതം കൊണ്ടും നവാസ്ക മനസ്സിലാക്കി നവാസ്ക കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അഡ്വൈസ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് ആണെങ്കിൽ എന്തായിരിക്കും അത്? അത് എനിക്കതിൽ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന എല്ലാ ആളുകളും പ്രവാസി ജീവിതമായിട്ടിരിക്കുമ്പം ഇന്നത്തെ ദിവസം എന്നതിലുപരി വേറൊന്നും അവർ ചിന്തിക്കുന്നില്ല. നാളെ തിരിച്ചു പോകേണ്ടതാണ്. നമ്മളുടെ ഒരു എൻഡ് ഓഫ് ദ ഡേ എന്ന് പറയുന്ന നാട്ടിലാണ്. ഇതൊരു നമ്മുടെ ഒരു ഇൻകം സോഴ്സ് മാത്രമാണ് ഈ ഒരു സ്ഥലം എന്നുള്ളത് ചിന്തിക്കുന്നില്ല. സോ നമുക്ക് കിട്ടുന്ന എമൗണ്ടുകൾ മുഴുവനും നാട്ടിലേക്ക് വിടുകയാണ്. മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ അസുഖം വന്നാൽ നമ്മളത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ പല്ലുവേദന വന്നാൽ കാണിക്കാതെ വെക്കുന്നവരാണ് 95% പ്രവാസികളും. അപ്പോൾ ഈ പല്ല് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അതിന് നാട്ടിൽ പോകണമെന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളാണ് ഒരുപാട്. അതുപോലെയുള്ള അസുഖങ്ങളൊക്കെ വന്നാൽ അത് കാണിക്കാതെ വെച്ച് കാരണം പൈസയില്ല, കിട്ടുന്ന നാട്ടിലേക്ക് അയച്ചു, എന്നിട്ട് നമ്മളൊരു മഹാരോഗിയായി മാറുന്ന അവസ്ഥയിലേക്ക് പോകാം. അപ്പം മാത്രമല്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ള സേവിങ്സ് വേണം. ഞാൻ വോയിസ് ഓഫ് വിമൻസിൽ പരീക്ഷയിൽ വിജയിച്ചൊരു സംഭവമുണ്ട്, കോയിൻ ബോക്സ് ചലഞ്ച്. വോയിസ് ഓഫ് വിമൻസിൽ ഓരോ ദിവസവും ഓരോ ആളുകൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കും. നമ്മൾ മിനിമം ഒരാൾക്ക് ഒരു ജോലിയെങ്കിലും കൊടുക്കും. നമുക്ക് അത്രമാത്രം എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഒരാളെ ജോലിക്ക് ഒരു വീട്ടിലേക്ക് വിടുമ്പോൾ അവർക്ക് വേണ്ട ഗൈഡൻസ് എല്ലാം കൊടുക്കാറുണ്ട്. ട്രസ്റ്റബിൾ ആയിരിക്കണം. വീട്ടിൽ എന്തെങ്കിലും ഒരു പ്ലേറ്റ് പൊട്ടിയാൽ പോലും നിങ്ങൾ വീട്ടുകാരോട് അത് തുറന്ന് പറയണം, ഹൈഡ് ചെയ്യരുത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ പറയണം. അതുപോലെ തന്നെ വീട്ടുകാരെയും ഞങ്ങൾ പറയാറുണ്ട്, വീട്ടുകാരത്തും പറയാറുണ്ട്, ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കുന്നത് എൻ്റെ കുടുംബത്തിലൊരു അംഗത്തെയാണ്. ഞാൻ കൊണ്ടാക്കും വീട്ടിൽ. അപ്പം ഞാൻ അവരടുത്ത് പറയും, എൻ്റെ വീട്ടിലൊരു മെമ്പറാണത്, സോ നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഞാൻ സാലറി കൊടുക്കുന്നുണ്ട്, എനിക്കൊരു പണിക്കാരി വന്നു എന്നുള്ള കൺസെപ്റ്റിൽ കാണരുത്. അപ്പം ആ രീതിയിൽ കാണണം എന്നുള്ളത് ഞാൻ രണ്ടുപേരെയും ഇതുപോലെ ഗൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർ ഭയങ്കര കംഫർട്ടബിൾ ആണ്. വോയിസ് ഓഫ് വിമൻസിൽ നിന്ന് ജോലിക്ക് കയറിയിട്ടുള്ള എല്ലാ ജോലിക്കാരും അവരെ വെച്ചിട്ടുള്ള വീട്ടുകാരും ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പം നമ്മളൊരു ഡോക്ടർക്കാണ് ഒരു ഹൗസ് മെയ്ഡിനെ കൊടുക്കുന്നതെങ്കിൽ അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ മറ്റ് ഡോക്ടേഴ്സ് സ്റ്റാഫ് ഒക്കെ ആയിട്ട് റെഫർ ചെയ്യും. എല്ലാവർക്കും ഒരു സർക്കിൾ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അവരത് ഷെയർ ചെയ്യും. ഉടനെ കോളുകൾ വരും. അപ്പോൾ ഡെയിലി എനിക്കൊരു 4-5 കോളുകൾ ഇപ്പം മെയ്ഡിന് വേണം എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അതിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കേസുകൾ മാത്രമാണ് എടുക്കാറ്. അപ്പം മിനിമം ഒരാൾക്കെങ്കിലും. അപ്പോൾ എല്ലാ ദിവസവും കോൾ വന്നോളണമെന്നില്ല. അപ്പം ഡെയിലി ഒരാൾക്കെങ്കിലും നമ്മൾ ജോലി കൊടുക്കാറുണ്ട്. അത് വലിയൊരു ബ്ലെസ്സിങ്സ് ആണ്. ശരി, ഒരാൾക്ക് ജോലി എന്ന് പറഞ്ഞ ഒരു ഫാമിലിയാണ് അവിടെ രക്ഷപ്പെടുന്നത്. സോ അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ജോലി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ അവർക്കൊരു ടാസ്ക് കൊടുക്കും, ഒരു കോയിൻ ബോക്സ്. എല്ലാ മാസവും സാലറി കിട്ടുമ്പോൾ മിനിമം ഒരു 200 dirhams അതിനകത്ത് നിക്ഷേപിക്കുക. അപ്പം അത് ഇപ്പം ഒരുപാട് പേര് കീപ്പ് ചെയ്ത് അങ്ങനെ ഫോളോ ചെയ്ത് പോരുന്നുണ്ട്. അതവർക്ക് നല്ലൊരു ഇൻവെസ്റ്റ് തന്നെയാണ്. അത് ചെറുതാണെന്ന് തോന്നുമെങ്കിൽ പോലും അത് വലിയൊരു ഇൻവെസ്റ്റ്. 200 dirhams പറയുമ്പോൾ ഇപ്പോഴത്തെ റേറ്റ് വെച്ചിട്ട് 24.5 എന്ന് പറയുമ്പോൾ അതൊരു കുടുംബത്തിന് കഴിഞ്ഞുകൂടാനുള്ള തുകയായി കഴിഞ്ഞു വേണ്ടിയില്ല. അത് അവർ നാട്ടിൽ പോകുന്ന സമയത്താണ് അത് ഓപ്പൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വരുന്ന സമയത്ത് വിസയുടെ കോസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ആ സമയത്താണ് അതിൻ്റെ ഒരു വാല്യൂ അവരറിയുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ ഇനിയിപ്പം ഒരു ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്കീമിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് ഇവരെ പ്രൊമോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മളുടെ എമൗണ്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 200 അല്ലെങ്കിൽ 300 dirhams മന്ത്ലി അവർക്ക് വേണ്ടിയിട്ട്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തന്നെയാണ്, ഈ പ്രവാസ ജീവിതമൊക്കെ കഴിഞ്ഞു പോകും. തിരിച്ച് നാളെ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് പോകും. ആ സമയത്ത് നമ്മുടേതായിട്ട് എന്തെങ്കിലും ഒന്ന് ബാക്കി വെച്ചിരിക്കണം.
അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വേണ്ടുന്ന സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 100 ദിർഹംസ് ഒരു മാസം ചെലവഴിക്കാൻ മടി കാണിക്കരുത്. നമുക്ക് വേണ്ടിയിട്ട് ഒരു ഉല്ലാസയാത്ര പോകാനോ അല്ലെങ്കിൽ ഒരു നല്ല ഭക്ഷണം കഴിക്കാനോ അതിനൊന്നും മടി കാണിക്കരുത്. ആ ഒരു 100 ദിർഹംസ് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ നടക്കും, പക്ഷേ നിങ്ങളുടെ വലിയ ഒരു ഭാരം ആ തലയിൽ തന്നെ ഇരിക്കും. അപ്പോൾ അതൊക്കെ മാറ്റി വെക്കുക. വളരെ കൂളായിട്ട്, ഫ്രീ ആയിട്ട്, വളരെ സൗഹൃദത്തോടെ, സന്തോഷത്തോടു കൂടി ഈ പ്രവാസ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയുകയാണ്. നമ്മുടേതായിട്ട് ഒരു 200 ദിർഹംസെങ്കിലും ഓരോ മാസവും മാറ്റി വെക്കുക. നാളെ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഒരു സമ്പാദ്യം നമ്മുടെ കയ്യിലിരിക്കട്ടെ. ആരുടെ കയ്യിലും ആരുടെ മുന്നിലും കൈ നീട്ടാതെ അതെ നമുക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ധനവും സമ്പാദ്യങ്ങളിലേക്കാം. തീർച്ചയായിട്ടും. പിന്നെ നവാസിക്കയുടെ ബിഫോർ വി കൺക്ലൂഡ്, നവാസിക്കയുടെ ഉപ്പ അകാലത്തിലാണ് നമ്മളെ വിട്ടു പിരിഞ്ഞത്. ഞങ്ങളുടെ മെഗാ ഇവൻറ്റിൻ്റെ ടൈമിലായിരുന്നു. എന്നിട്ട് അത്രയും വേദന പേറിയും അദ്ദേഹം ഈ വോയിസ് ഓഫ് വിമൻ്റെ പ്രവർത്തനങ്ങൾക്കും അവരുടെ കോർഡിനേഷനും ഒക്കെ ചുക്കാൻ പിടിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഉപ്പ അവിടെ ഉപ്പയ്ക്ക് ഇപ്പോഴും ഏറെ എന്താ പറയുക, ഉപ്പ ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അത് നമുക്കൊക്കെ ഫീൽ ചെയ്തതാണ് അന്ന് ഇവൻറ്റിൻ്റെ സമയത്ത്. സോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അദ്ദേഹം സംഭാവന ചെയ്തിരിക്കുന്നത് ഒരു രക്ഷകനെയാണ്, ഒരു സഹോദരനെയാണ്. സോ നമ്മുടെ ഗാർഡിയൻ ഏഞ്ചൽസ് ആണ് നമ്മുടെ പേരൻസ്. അവർ നമ്മളെ വളർത്തി വലിയതാക്കി. നമ്മൾ നമ്മുടെ ഗുഡ്നെസ് തിരിച്ചറിയുക, നമ്മളാൽ കഴിയുന്ന ചെയ്യുക. നമുക്ക് പോലും പറയാൻ പറ്റില്ല എത്ര പേരെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും, ഏതൊക്കെ രീതിയിൽ ജീവിതം മാറ്റിമറിക്കുമെന്ന്. പിന്നെ നവാസിക്കയുടെ ലൈഫ് കൊണ്ട് നവാസിക്ക ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് പോസിറ്റിവിറ്റിയാണ്. നവാസ്ക ഞാൻ കണ്ടെടുത്തോളം ആരോടും ഒരു ദേഷ്യമോ ഒരു വിരോധമോ അതിനൊന്നും പുള്ളിക്ക് നേരില്ല. കാരണം അപ്പോഴത്തേക്ക് പുള്ളിയുടെ പെങ്ങന്മാർ ഹോട്ട് ലൈനോ ഹെൽപ്പ് ലൈനോ വിളിക്കുമ്പോഴത്തേനും പുള്ളി വീണ്ടും രക്ഷകനാണ്. സോ നമ്മളെല്ലാവരും തന്നെ ഹീറോയിൻസ് ആണ് നമ്മുടെ ഓൺ ലൈഫിൽ. നമ്മൾ അതിൻ്റെ വാല്യൂ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ലൈഫും മെച്ചപ്പെടും, മറ്റുള്ള ഒരാളുടെ ലൈഫും നമുക്ക് മെച്ചപ്പെടുത്താം. അല്ലേക്ക? തീർച്ചയായിട്ടും. എന്തായാലും നവാസ്ക ഇവിടെ വന്നതിനും റോ അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള ഈ ഒരു പോഡ്കാസ്റ്റ് സെഷൻ ഞാൻ ജീവിതത്തിൽ മറക്കില്ല. ദിസ് ഇസ് വെരി മെമ്മറബിൾ ഫോർ മീ ആൻഡ് താങ്ക് യു ടു നവാസ്കാസ് ഫാമിലി. കാരണം ഇക്കയുടെ അടുത്ത തലമുറയ്ക്കുള്ള പുണ്യം കൂടി ഒക്കെ ചെയ്തു കഴിഞ്ഞു. അത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ഇക്ക ഇമോഷണൽ ആവുന്നുണ്ട്. ഒരു പുരുഷൻ പൊതുവെ ഇമോഷണലായി അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും ഒരു ആനന്ദക്കണ്ണീര് വരിക എന്ന് പറഞ്ഞാൽ പോലും ദാറ്റ് ഈസ് ബിക്കോസ് ഹീസ് ദാറ്റ് ട്രാൻസ്പെറൻറ്റ്, ദാറ്റ് ജെനുവിൻ. പിന്നെ പുള്ളി പറഞ്ഞതുപോലെ നമ്മളെയും കൂടെ ഒന്ന് വാല്യൂ ചെയ്യാം. കുറച്ച് സെൽഫ് ലവ് വേണം. സെൽഫ് ലവ് മാത്രമല്ല, കുറച്ച് സെൽഫ് ലവ്, കുറച്ചൊക്കെ നമ്മളെയും സ്നേഹിക്കാൻ പഠിക്കുക. ആ സ്നേഹം പല രീതിയിലും പരക്കട്ടെ. അല്ലേ നമസ്കാരം? തീർച്ചയായിട്ടും. ഒത്തിരി സന്തോഷം. ഇമോഷണൽ ആയ ഒരു പോഡ്കാസ്റ്റ് സെഷനാണ്. എനിക്ക് തോന്നുന്നത് ഇക്ക കംഫർട്ടബിൾ ആയതുകൊണ്ട് ബേസിക്കലി ഇക്കയ്ക്ക് മനസ്സ് തുറക്കാൻ പറ്റിയത് ആ ഒരു ഓറ, ആ ഒരു വേവ് ലെങ്ത് മാച്ച് ആയില്ലെങ്കിൽ തീർച്ചയായിട്ടും. നമുക്ക് എന്താണെന്നറിയോ, നമ്മൾ എന്താണോ എൻ്റെ ഉള്ളിലുള്ളത് അതാണ് ഞാനിപ്പോൾ ഓപ്പൺ ആക്കിയത്. തീർച്ചയായിട്ടും അതിനൊരു നിമിത്തമാവാൻ എനിക്ക് ഇതിലൊരു മാനിപ്പുലേഷൻ ഇല്ല, നോ സ്ക്രിപ്റ്റ് ഇല്ല. ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് പോലും ഇല്ല. സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും ദ ഹീറോ ഓഫ് എന്താ പറയുക, ദ അൺസങ് ഹീറോ ഓഫ് അബുദാബി സിറ്റി, ദ മാൻ ഹു ഹാസ് ഇൻഫ്ലുവൻസ്ഡ് സോ മെനി വിമൻ ആസ് എ ബ്രദർ, ആസ് എ ഫ്രണ്ട്. അദ്ദേഹം പറഞ്ഞ പോലെ നവാസ്കയാണ്. 81 വയസ്സുള്ള ഉമ്മയ്ക്കും നവാസ്കയാണ്. പക്ഷേ അവർ ഭീതിയില്ലാതെ ഭയമില്ലാതെ തങ്ങൾ ഒറ്റപ്പെട്ടിട്ടില്ല എന്ന ആ ഒരു സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ ഉറങ്ങുന്നത് ഈ ഒരു മഹത് വ്യക്തിത്വം കാരണമാണ്. സോ എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ ആ ഒരു സ്നേഹത്തെക്കാൾ വലിയൊരു പുരസ്കാരം ഇനി ദുനിയാവിൽ തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയൊരു അംഗീകാരം. ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. നമ്മൾ ചെയ്ത നന്മ, നമ്മൾ നേടിയ അറിവ് നമ്മുടെ അടുത്ത് നിന്ന് ആർക്കും എടുക്കാൻ പറ്റില്ല. സോ നവാസ്ക ഇത്രയും പേർക്ക് വേണ്ടി ഒറ്റയാനായിട്ട് ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ലിവ് ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്, ഡു ദ ഗുഡ് യു ക്യാൻ. അപ്പോൾ ഇന്നത്തെ പോഡ്കാസ്റ്റ് സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എൻ്റെ ഏറെ നാളത്തെ ആഗ്രഹം സഫലീകരിച്ചിരിക്കുകയാണ്. സോ ഇറ്റ്സ് ആൻ ആബ്സല്യൂട്ട് ഓണർ. നമ്മൾ മറ്റൊരു ഗസ്റ്റുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ. ഈ ഒരു പോഡ്കാസ്റ്റ് സെഷൻ നിങ്ങൾ റീവൈൻഡ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ മോട്ടിവേറ്റഡ് ആവും. ബൈ. താങ്ക് യു. താങ്ക് യു സോ മച്ച്.